ലോകത്തിലെ ഏറ്റവും വലിയ പരാജയ കുടുംബം കോൺഗ്രസ് ആണ്. വീണ്ടും കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ രംഗത്ത്. നുഴഞ്ഞുകയറ്റത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അത് കോൺഗ്രസ് പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെയും അദ്ദേഹം ഇവിടെ എടുത്തു പരാമർശിക്കുകയും ചെയ്തു. ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണമെന്നതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഭരണം മാറുകയും ഇന്ത്യക്കെതിരെ ശത്രുത വരികയും ചെയ്യുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ വീണ്ടും ബംഗ്ലാദേശിൽ ഒരു താവളമായി തന്നെ രൂപീകരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ 800 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നതിനാൽ തന്നെ ഞങ്ങൾക്ക് വലിയ അപകട സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ പരമ്പരാഗത വലിയ രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ, അതിനപ്പുറം തന്നെ ആസാമിനെ പരിവർത്തനം ചെയ്യാനുള്ള പദ്ധതികൾ ഇപ്പോൾ അവിടെ മെനയുകയാണ്. ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു രാജ്യം തന്നെയാണ്. ഓരോ സംസ്ഥാനത്തെയും നമ്മൾ അവിടെ പരിപാലിക്കണം. ആഗോള ആവാസ വ്യവസ്ഥയെ മാത്രം തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരു വിഭാഗം അവിടെ വികസിക്കുകയും മറുവശത്ത് ഒന്നുമില്ലെങ്കിൽ രാജ്യം തകരുകയുമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയും ചെയ്തു. ആസാമിൽ ഞങ്ങൾക്ക് വികസനം ആവശ്യമാണ്. ഞങ്ങൾക്ക് ദേശീയ സുരക്ഷയും ആസാമീസ് ജനതയുടെ സ്വത്വവുമാണ് അവിടെ പരമപ്രധാനമായ കാര്യം. ജനസംഖ്യാപരമായ മാറ്റം ഒരു വലിയ ആശങ്ക തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വികസനത്തിനും വേണ്ടി ഞങ്ങൾ പോരാടുകയും ചെയ്യും എന്നതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതും. രാഹുലും പ്രിയങ്കയും തമ്മിലുള്ള ഭിന്നതയുടെ ഇരയാണ് താനെന്നതായിരുന്നു അദ്ദേഹം മറ്റൊരു കാര്യമായി എടുത്തു പറഞ്ഞത്. സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിനിടയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രിയങ്ക ഇപ്പോൾ ആസാമിലെ കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാവാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പ്രിയങ്കയെ രാഹുൽ ആഗ്രഹിക്കുന്നില്ല. ഞാൻ 22 വർഷമായി തന്നെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ നന്നായി അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അറിയാം. ഇവിടെ KC വേണുഗോപാലിനെയും അദ്ദേഹത്തിൻ്റെ അച്ചുതണ്ടിനെയും അവിടെ ശല്യപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്ക ആ അച്ചുതണ്ടിനെ അത് പുറത്താക്കാനുള്ള അല്ലെങ്കിൽ അതിൽ പുറത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ ആസാമിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള ഒരു MP കേരളത്തിൽ ഉത്തരവാദിത്തം നൽകിയിട്ടില്ല. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്നതാണ് അദ്ദേഹം ചോദ്യമായി തന്നെ ചോദിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പരാജയ കുടുംബമെന്നും അദ്ദേഹം ഗാന്ധി കുടുംബത്തെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ അവരുടേതിനേക്കാൾ മികച്ചതാണ് എന്ന് ഞാൻ കരുതുന്നുവെന്നും ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർന്നത്. കോൺഗ്രസ് നേതാവായ ഗൊഗോയ്ക്കും ഭാര്യയ്ക്കും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISAയുമായി തന്നെ ബന്ധമുണ്ട് എന്ന് ഇവിടെയും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ വ്യക്തിപരമായ ശത്രുത ഞാൻ വെച്ച് പുലർത്തുന്നില്ല എന്നും ശത്രു രാജ്യങ്ങളുമായുള്ള ബന്ധം താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രയും വേഗം തന്നെ ഭരണകൂടവുമായി തന്നെ ചർച്ച നടത്തുകയും ഒരിക്കലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തി താൻ ചെയ്യില്ല എന്നതാണ് ഇപ്പോൾ ഹിമന്ത് വിശ്വ ശർമ്മ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.